ഇതുവരെ നമ്മൾ തമ്മിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും ഒക്കെ മറക്കണം. ഇനി നമ്മൾ ഒരുമിച്ചായിരിക്കണം PR ഇല്ലാതാക്കേണ്ടത്. ശേഷുവണ്ണനും ഇനി നമ്മോടൊപ്പം ഉണ്ടാവും. ഇനി മുതൽ നമ്മൾ ഒന്നായിരിക്കണം. വെൽക്കം ഫ്രണ്ട്. 20 വർഷത്തിന് ശേഷം ആദ്യമായി ആ PR വീക്കായി ഞാൻ സ്ട്രോങ് ആയി. അതിനാ ഈ ബൈജു പറഞ്ഞപ്പോ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. 20 വർഷം PR-ന് വേണ്ടി പണിയതല്ലേ, ശരിക്കും കിട്ടി. ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ച കോടികളുടെ ആസ്തി കൈവിട്ടുപോയി. മോള് കൈവിട്ടു പോയില്ലല്ലോ. അതിൽ സന്തോഷിക്കേ. അച്ഛനും മകനും രണ്ടുപേരും തീരണം. ആസ്തി എന്റെ കയ്യിൽ വന്നാൽ 50% നീ എടുത്തു. ഇങ്ങനെ ഒരു ഐഡിയയുമായി ഹോങ്കോങ്ങിൽ നിന്ന് എന്റെ മറ്റൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. വിനുജി, കമോൺ. അന്ന് ഞാൻ PR പാർട്ടിയായിരുന്നു, ഇന്ന് നമ്മളെല്ലാം ഒരു പാർട്ടിയായി. എനിമിക്ക് എനിമി നമ്മുടെ ഫ്രണ്ട്. എല്ലാവരും ഒരുമിച്ച് അവനങ്ങ് തീർത്തേക്കാം. അപ്പോ സിറ്റിക്ക് ഒരേ ഒരു കിങ് ദാസ്. ശേഷണ്ണ, PR മരിച്ചാൽ ആസ്തിയൊക്കെ മകനും ഒന്നു ചേരും. കോടികളുടെ ആസ്തി വെറുതെ അനാഥാലയത്തിലേക്ക് എത്തിച്ചേരും. ആദ്യം ആസ്തി മുഴുവൻ എഴുതി വാങ്ങിച്ചിട്ട് അപ്പനെയും മകനെ ഒരുമിച്ച് തീർക്കണം. ഹലോ അണ്ണാ, PR-ന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. രക്ഷപ്പെടുന്ന കാര്യം 50-50. നീ എപ്പോഴെപ്പോഴുള്ള ഇൻഫർമേഷൻ തരണം. ബൈ. കറക്റ്റായി പ്ലാൻ ചെയ്യാറുണ്ട്. മറ്റന്നാൾ ഓപ്പറേഷനാ. രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50. പോട്ടെ, നമ്മൾ കൊല്ലാതവൻ ചാകട്ടെ. അപ്പൊ നമ്മുടെ ആസ്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ മുമ്പായിരിക്കണം. കറക്റ്റ്. പണം എന്റെ കയ്യിൽ തന്നെ കിട്ടണം. എന്റെ അനിയനെ അവൻ എന്റെ കൺമുന്നിലിട്ട് കൊന്നു. ആ PR-ന്റെ സന്തതിയെ ഞാൻ അവന്റെ കൺമുന്നിലിട്ട് കൊന്നിരിക്കും. സൂപ്പർ. ഏർപ്പാടുകളൊക്കെ ചെയ്തു പറ. മോനെ PR, കുട്ടികൾ ദൈവത്തിന് തുല്യരാ. നിന്റെ രോഗശാന്തിക്ക് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അച്ഛാ, അച്ഛനൊന്നും സംഭവിക്കില്ല. ഓപ്പറേഷൻ സക്സസ് ആയിരിക്കും. കണ്ടില്ലേ അച്ഛാ, അച്ഛന് റിലേഷൻസും സെന്റിമെന്റ്സും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടികൾക്ക് അച്ഛനോടൊരു സ്നേഹം കണ്ടോ? ഇതാണ് അച്ഛാ റിലേഷൻ. ക്രാന്തി, നീ റിസ്ക് ഡിക്ലറേഷൻ സൈൻ ചെയ്യണം. പ്ലീസ്, അദ്ദേഹം മെഡിറ്റേഷനിലാണ്. അകത്തോട്ട് വിട്ടാ. കൂടുതൽ എക്സൈറ്റഡ് ആവാതെ. നീ കോമ സ്റ്റേയിലേക്ക് പോയ പിന്നെ നിനക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിനക്ക് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ നിന്റെ മകൻ ജീവനോടിരിക്കണം. മൊത്തം ആസ്തി എന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യണം. നിന്റെ മകൻ ജീവനോടിരിക്കണമെങ്കിൽ ആസ്തിയെല്ലാം അന്ന് എഴുതി കൊടുക്ക്. ഇല്ല, തരില്ല. അച്ഛനൊക്കെ വരുന്നല്ലേ എനിക്ക് പണം കൊടുത്തേക്കച്ച, കൊടുത്തേക്ക്. അയ്യോ, എന്തൊരു സെന്റിമെന്റ് ആയത്. ലോയർ, ഫോർമാലിറ്റീസ് ആയിക്കോളൂ. ഓക്കെ സർ. പവർ ഓഫ് അറ്റോർണി ഇവന്റെ മകന്റെ പേരിൽ എഴുതിയാൽ മതി. സ്നേഹമുള്ള മകനല്ലേ, അവൻ വിറ്റെങ്കിലും എനിക്ക് തരും. തന്നില്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചെടുക്കും. ഹേ PR, ഹോങ്കോങ്ങിലേക്ക് ഫോൺ ചെയ്ത് ബാനർജിയോട് ടോട്ടൽ എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ബാനർജി. ഹലോ ബാനർജി, PR ഫുൾ എമൗണ്ട് നീ ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫുൾ എമൗണ്ടാ? ശേഷു അക്കൗണ്ടിലേക്ക്. ഓക്കെ. അക്കൗണ്ട് നമ്പർ? താങ്ക് യു. അക്കൗണ്ട് നമ്പർ 42876. ഹേ ആസിഡ്, ബൈജു, അണ്ണാ, നിങ്ങൾ ഇവന്റെ കൂടെ പോകണം. അപ്പോൾ ഫോൺ ചെയ്യണം. ബാങ്ക്സ്, ഹവാല, മൊത്തം നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യണം. വീട്, സൈറ്റ്, ബ്ലാക്ക് മണി എല്ലാം. എനിക്ക് ഭാഗമല്ല വേണ്ടത്, ആസ്തി മൊത്തം വേണം എനിക്ക്. ശേഷോ, നീ ചോദിച്ച മുഴുവൻ പണവും ഞാൻ തരും. പക്ഷെ അതിനുള്ളിൽ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച നിങ്ങളിൽ ഒരുത്തൻ പോലും ബാക്കിയുണ്ടാവില്ല. മോനെ സൂക്ഷിക്കണം. മോനെ ജാഗ്രത. ജാഗ്രത. അണ്ണാ, എല്ലാം ഒറിജിനൽ നോട്ടാ.
അച്ഛനും മോനും ഇപ്പൊ ഒന്നും തന്നെ ഇല്ല. മൊത്തം ഇവിടുന്ന് ഞങ്ങൾ എടുത്തോണ്ട് വരിക. പൈസ എല്ലാം എത്തിയതിനു ശേഷം ഇവനെ വിട്ടാ മതി. എന്തു പറയുന്നു? അതിനുശേഷം നിന്റെ ഉദ്ദേശം നടത്തിക്കോ. അണ്ണാ പണവും വണ്ടി വന്നിട്ടുണ്ട്. ആ ചെല്ല് 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 ചെല്ല്. വേഗം ചെല്ല് ചെല്ല്. വാ. ആ, ചെല്ല്. നോക്കടാ. ശേഷു എന്താ സംഭവിച്ചത്? പണം അവിടെ. അണ്ണാ അസിസ്റ്റണ്ണ അണ്ണാ എനിക്കണ്ണ എന്തു പറ്റി അണ്ണാ? എന്താണ് പറ്റിയത്? അണ്ണ പണം എന്ത് ചെയ്യണം? എന്നോട് ചോദിക്കുന്ന എന്തിനാ? പണം അവിടെ. അണ്ണ പണം വന്ന് ഇതിനകത്ത് വെച്ചിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അതിരിക്കട്ടെ, ഞാനിപ്പോ എവിടെ അണ്ണ? വൈജു അവിടെ. അവനെ കാണുന്നില്ല. പിയാറിനെ കാണുന്നില്ല അണ്ണാ. മെല്ലെ പൊട്ടിക്കണ്ട. മെല്ലെ പോ. കല്ലറോടെ കൊണ്ടുപോകും. അതെന്റെ ഭാര്യയുടെ. ഇതൊക്കെ സെറ്റ് ഇട്ടതാ. ഞങ്ങൾക്ക് അടുത്ത ഷൂട്ടിംഗ് ഉള്ളതാ. മോനെ ക്രാന്തി, ഞാൻ നിങ്ങളുടെ മകനുമല്ല, നിങ്ങൾ എൻ്റെ അച്ഛനുമല്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുള്ള അനുഭവം എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. പോൾ രാജ്, എത്രയോ പാപങ്ങൾ ചെയ്ത് നീ സമ്പാദിച്ച നിന്റെ മുഴുവൻ ആസ്തിയും ഇപ്പോൾ എൻ്റെ കയ്യിൽ. നിനക്ക് മനസ്സിലായില്ലേ മുത്തച്ഛ? നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിന്നെ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ സുഹൃത്ത് കൃഷ്ണന്റെ മകനാണ് ഞാൻ. ഞാനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. പകയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. നിന്നെ ഈ സ്റ്റേജിലൊന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ മോനെയും മരുമോളെയും എന്റെ കൺമുമ്പിലിട്ട് കൊന്നില്ല നീ. ഞാനും മരിച്ചു പോയെന്ന് വിചാരിച്ചു അല്ലേ? കൊച്ചുമോനും ഞാനും മാത്രം. അന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ആർക്കായാലും തന്റെ കൊച്ചുമോനെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കണമെന്നാണ് മോഹം. എന്നാൽ ഞാൻ എന്റെ കൊച്ചുമോനെ നിന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് വളർത്തിയത്. എന്റെ ആയുധമാക്കിയിടാ ഞാൻ അവനെ. കന്തിരി എന്റെ മോഹം. കാന്ത്രിയാണ് ഞാൻ, എന്നാൽ നിങ്ങളുടെ മകനല്ല. കാന്ത്രിയായി മാറി നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഞാൻ എത്തി. ബൈജോ, ഇവൻ എന്റെ ആളാണ്. നീ വെടിവെച്ചു കൊന്ന ശിവന്റെ മകൻ. ഇവന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞങ്ങളോടൊപ്പം ചേർന്നു. നിങ്ങളുടെ താവളം കണ്ടുപിടിച്ച് 4 വർഷം മുമ്പ് ഇവനെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യിച്ചു. അതിനുശേഷം തക്ക സമയം നോക്കി ഞാനും എൻ്ററായി. നിന്റെ കൺമുന്നിൽ അവനെ വെച്ച് നിനക്ക് ചുറ്റും ഒരു വേലിയുണ്ടാക്കി എനിക്ക് വേണ്ട കോർണറിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിച്ചു. ഒരു വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഇല്ലെന്ന് പറഞ്ഞ നിന്നെ ഒരു മകന്റെ പേര് പറഞ്ഞ് സെന്റിമെന്റൽ ഫൂളാക്കി ഞാൻ മാറ്റി. പ്ലാൻ ചെയ്ത് നിന്നെയും ശേഷുവിനെയും തമ്മിലടിപ്പിച്ച് അവസാനം നിന്നെ ഒറ്റപ്പെടുത്തി ഇവിടെ എത്തിച്ചു.